എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 9ാം ക്ലാസ് സോഷ്യൽ സയൻസ്, അതിലെ ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തിരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്നുള്ളത്. ഇതിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിപ്പോവാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗി. ശ്യാം ശരൺ നേഗി വോട്ട് രേഖപ്പെടുത്തിയ വർഷം 1951 ഒക്ടോബർ 25. നേഗി വോട്ട് രേഖപ്പെടുത്തിയ വർഷം 1951 ഒക്ടോബർ 25. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1952. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് 1952. സമുദ്രനിരപ്പിൽ നിന്നും 2759 മീറ്റർ ഉയരത്തിൽ എപ്പോഴും മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത് ഏതു പ്രദേശത്താണ്? 1952 നടത്തേണ്ടിയിരുന്ന തിരഞ്ഞെടുപ്പ് 6 മാസം മുമ്പേ 1951 നടത്തിയത് എന്ന് ചോദിച്ചാൽ കിന്നാർ എന്നുള്ള പ്രദേശത്താണ്. അപ്പൊ 1952 നടക്കേണ്ട തിരഞ്ഞെടുപ്പ് സമുദ്രനിരപ്പിൽ നിന്നും 2759 മീറ്റർ ഉയരത്തിൽ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന കിന്നാർ എന്ന സ്ഥലത്ത് 6 മാസം മുമ്പ് നടത്തപ്പെട്ടു എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന കിന്നാർ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന കിന്നാർ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ശ്യാം ശരൺ നേഗി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രചാരണ അംബാസിഡർ ആയിരുന്ന വർഷം 2014 16ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണ്. ശ്യാം ശരൺ നേഗി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രചാരണ അംബാസിഡർ ആയിരുന്ന വർഷം 2014, അത് 16ാമത് ലോകസഭയിലാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ആവേശമായിരുന്നു അന്നെല്ലാം. ഞങ്ങൾക്ക് അതിരില്ലാത്ത ആനന്ദവും അഭിമാനവുമായിരുന്നു വോട്ട് ചെയ്തിറങ്ങിയപ്പോൾ. ആരുടെ വാക്കുകളാണിത് എന്ന് ചോദിച്ചാൽ ശ്യാം ശരൺ നേഗിയുടെ വാക്കുകളാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ആവേശമായിരുന്നു അന്നെല്ലാം ഞങ്ങൾക്ക് അതിരില്ലാത്ത ആനന്ദവും അഭിമാനവുമായിരുന്നു വോട്ട് ചെയ്തിറങ്ങുമ്പോൾ. ഇതാരുടെ വാക്കുകളാന്ന് ചോദിച്ചാൽ ശ്യാം ശരൺ നേഗിയുടെ വാക്കുകളാണ്. വോട്ട് ചെയ്യാതിരിക്കരുത്, രാജ്യത്തോട് നമുക്ക് നിർവഹിക്കാനുള്ള കർത്തവ്യമാണിത്. ഇത് ഏത് വോട്ടറുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ ശ്യാം ശരൺ നേഗിയുടെ വാക്കുകളാണ്. വോട്ട് ചെയ്യാതിരിക്കരുത്, രാജ്യത്തോട് നമുക്ക് നിർവഹിക്കാനുള്ള കർത്തവ്യമാണിത്. ഏത് വോട്ടറുടെ വാക്കുകളാണ്? ശ്യാം ശരൺ നേഗിയുടെ വാക്കുകളാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം അറിയപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് എന്നാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം അറിയപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് എന്നാണ്. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിനുള്ള പ്രാധാന്യം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കിപ്പോവാം. ഒന്ന് വായിച്ചു പോയാൽ മതി. തിരഞ്ഞെടുപ്പിൽ ജനാഭിലാഷം പ്രതിഫലിപ്പിക്കുന്നു. ജനങ്ങൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനും പ്രതികരിക്കുന്നതിനും സാധിക്കുന്നു. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാൻ ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ജനങ്ങൾ നേരിട്ട് അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതി അറിയപ്പെടുന്നത് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതി എന്നാണ്. ജനങ്ങൾ നേരിട്ട് അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതി അറിയപ്പെടുന്നത് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതി എന്നാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി പ്രതിനിധികളെ കണ്ടെത്തുന്ന രീതിയാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി പ്രതിനിധികളെ കണ്ടെത്തുന്ന രീതിയാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതി എന്ന് നമ്മൾ പറയാറുള്ളത്. പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതി വഴി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭ, സംസ്ഥാന നിയമസഭ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ്. പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതി വഴി തിരഞ്ഞെടുപ്പ് നടക്കുന്നത്
ലോക്സഭ, സംസ്ഥാന നിയമസഭ, പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ്. പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാ അംഗങ്ങൾ എന്നിവിടങ്ങളിലാണ്. പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതി വഴി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാ അംഗങ്ങൾ എന്നിവർക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യയിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്ന ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ, പഞ്ചായത്ത്, നഗരഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ചു വരുന്ന സമ്പ്രദായം എങ്ങനെയാണ് എന്നുള്ളതാണ്. ഒന്ന് വായിച്ചു പോവാം. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. കേവല ഭൂരിപക്ഷ സമ്പ്രദായം അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുന്ന രീതികൾ സ്വീകരിക്കുന്നു. രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിക്കുന്നു. രാജ്യത്തെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. എത്ര സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിലും ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആളാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇന്ത്യയിൽ പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാ തിരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ചിരിക്കുന്ന സമ്പ്രദായം ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ്. ഇന്ത്യയിൽ പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാ തിരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ചിരിക്കുന്ന സമ്പ്രദായം ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ്. സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതാത് സംസ്ഥാന നിയമസഭയിലെ MLA-മാരാണ്. സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതാത് സംസ്ഥാന നിയമസഭകളിലെ MLA-മാരാണ്. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് ഓരോ സംസ്ഥാനത്തെയും കേന്ദ്രഭരണ പ്രദേശത്തെയും ചെറിയ ചെറിയ ഭൂപ്രദേശ മേഖലകളായി തിരിച്ചിരിക്കുന്നത് അറിയപ്പെടുന്നത് നിയോജക മണ്ഡലങ്ങൾ എന്നാണ്. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് ഓരോ സംസ്ഥാനത്തെയും കേന്ദ്രഭരണ പ്രദേശത്തെയും ചെറിയ ചെറിയ ഭൂപ്രദേശ മേഖലകളായി തിരിച്ചിരിക്കുന്നത് അറിയപ്പെടുന്നത് നിയോജക മണ്ഡലങ്ങൾ എന്നാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി നമ്മുടെ രാജ്യത്തെ ജനസംഖ്യാനുപാതത്തിൽ തിരിച്ചിരിക്കുന്ന നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം 543 ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി നമ്മുടെ രാജ്യത്തെ ജനസംഖ്യാനുപാതത്തിൽ തിരിച്ചിരിക്കുന്ന നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം 543. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 20 കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ പ്രത്യേകതകൾ എന്താന്ന് ചോദിച്ചാൽ എല്ലാ നിയോജക മണ്ഡലത്തിലും ഏകദേശം തുല്യ ജനസംഖ്യയാണ് ഉണ്ടാവുക. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെയാണ് തിരഞ്ഞെടുക്കുക. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലെ നിയോജക മണ്ഡലങ്ങളുടെ പ്രത്യേകതകൾ: എല്ലാ നിയോജക മണ്ഡലത്തിലും ഏകദേശം തുല്യ ജനസംഖ്യ ഉണ്ടാവും. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളതും കൂടെ ഉണ്ട്. സമൂഹത്തിലെ ദുർബലരുടെയും അടിച്ചമർത്തപ്പെട്ട വിഭാഗക്കാരുടെയും പ്രാതിനിധ്യം ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഭരണഘടനാ നിർമ്മാതാക്കൾ നടപ്പിലാക്കിയതാണ് സംവരണ മണ്ഡലം എന്നുള്ള ആശയം. സമൂഹത്തിലെ ദുർബലരുടെയും അടിച്ചമർത്തപ്പെട്ട വിഭാഗക്കാരുടെയും പ്രാതിനിധ്യം ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഭരണഘടനാ നിർമ്മാതാക്കൾ നടപ്പിലാക്കിയതാണ് സംവരണ മണ്ഡലം എന്നുള്ളത്. ഇന്ത്യയിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ജനസംഖ്യ ആനുപാതികമായി സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നത് ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമാണ്. ഇന്ത്യയിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ജനസംഖ്യ ആനുപാതികമായി സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നത് ലോക്സഭയിൽ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരത്തില് ആനുപാതികമായിട്ടാണ് സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നത്. സംവരണം നൽകിയ മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നമുക്കൊന്ന് നോക്കാം. സംവരണം ചെയ്ത മണ്ഡലങ്ങളിൽ ആ സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. സംവരണ മണ്ഡലങ്ങളിൽ എല്ലാ വിഭാഗവും ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും. ലോകസഭയിൽ
പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം 84. ലോകസഭയിൽ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം 84 ലോകസഭയിൽ പട്ടികവർഗക്കാർക്ക് സീറ്റ് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം 47 ലോകസഭയിൽ പട്ടികവർഗക്കാർക്ക് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റ് 47. സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യം മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കി പോവാം. സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവയാണ് സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യം മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രധാന വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. ജാതിമത വർഗ ഭാഷ ലിംഗ പ്രദേശ വ്യത്യാസമില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം അറിയപ്പെടുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നാണ്. ജാതിമത വർഗ ഭാഷ ലിംഗ പ്രദേശ വ്യത്യാസമില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം അറിയപ്പെടുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നാണ്. തിരുവിതാംകൂറിൽ മുമ്പ് നിലവിലുണ്ടായിരുന്ന വോട്ടവകാശത്തിന്റെ പ്രധാന മാനദണ്ഡം ഭൂനികുതി അടയ്ക്കുന്നതിന്റെയും വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു. തിരുവിതാംകൂറിൽ മുമ്പ് നിലവിലുണ്ടായിരുന്ന വോട്ടവകാശത്തിന്റെ പ്രധാന മാനദണ്ഡം ഭൂനികുതി അടയ്ക്കുന്നതിനും വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു. 1905 തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശത്തിന് അർഹരായവർ ആരൊക്കെയായിരുന്നു? വാർഷിക ഭൂനികുതി 50 രൂപയിൽ കുറയാതെ അടയ്ക്കുന്നവർ, വാർഷിക വരുമാനം 2000-ൽ കുറയാത്തവർ എന്നിവരായിരുന്നു. 1905 തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശത്തിന് അർഹരായവരാരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാല് വാർഷിക ഭൂനികുതി 50 രൂപയിൽ കുറയാതെ അടയ്ക്കുന്നവരും വാർഷിക വരുമാനം 2000 രൂപയിൽ കുറയാത്തവരുമായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. വോട്ടവകാശത്തിലൂടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നവർ അറിയപ്പെടുന്നത് സമ്മതിദായകർ എന്നാണ്. വോട്ടവകാശത്തിലൂടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നവർ അറിയപ്പെടുന്നത് സമ്മതിദായകർ എന്നാണ്. ജനാധിപത്യ ഭരണക്രമത്തിൽ പൗരന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വോട്ടവകാശം. ജനാധിപത്യ ഭരണക്രമത്തിൽ പൗരന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം വോട്ടവകാശം. ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 18 വയസ്സാണ്. ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 18 വയസ്സ്. ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് 1950 ജനുവരി 26. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 326. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 326 എന്നുള്ളത്. 1989 വരെ വോട്ടവകാശത്തിനുള്ള പ്രായം എത്രയായിരുന്നു? 21 വയസ്സായിരുന്നു. 1989 വരെ വോട്ടവകാശത്തിനുള്ള പ്രായം എത്രയാണ് എന്ന് ചോദിച്ചാല് അത് 21 വയസ്സായിരുന്നു. വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18 ആക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1989. വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18 ആക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി നടന്നിട്ടുള്ള വർഷം 1989. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സിലേക്ക് മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 61ാമത്തെ ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സിലേക്ക് മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 61ാം ഭേദഗതി. സമ്മതിദായക രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുവാൻ ആവശ്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിർദ്ദിഷ്ട ഫോറം 6-ൽ അപേക്ഷ നൽകണം. ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയാകണം. സമ്മതിദാന പ്രദേശത്ത് 6 മാസം കാലയളവിൽ താമസക്കാരനാവണം എന്നിവയാണ്. സമ്മതിദായക രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുവാൻ ആവശ്യമായിട്ടുള്ള
മാനദണ്ഡങ്ങൾ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിർദ്ദിഷ്ട ഫോറം 6 അപേക്ഷ നൽകണം. ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിരിക്കണം. സമ്മതിദാന പ്രദേശത്ത് 6 മാസ കാലയളവിൽ താമസക്കാരനാവണം. ഓരോ സ്ഥാനാർത്ഥിയുടെ പേരും തിരഞ്ഞെടുപ്പ് ചിഹ്നവും പ്രദർശിപ്പിച്ച പ്രത്യേക ബാലറ്റ് പെട്ടികൾ പോളിംഗ് ബൂത്തിൽ സജ്ജീകരിക്കുകയും സമ്മതിദായകർ തങ്ങൾക്ക് ലഭിക്കുന്ന എഴുതാത്ത ബാലറ്റ് പേപ്പർ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്ന രീതി പിന്തുടർന്ന പൊതു തിരഞ്ഞെടുപ്പ് ആദ്യത്തെ 2 പൊതു തെരഞ്ഞെടുപ്പുകളാണ്. ഓരോ സ്ഥാനാർത്ഥിയുടെയും പേരും തിരഞ്ഞെടുപ്പ് ചിഹ്നവും പ്രദർശിപ്പിച്ച പ്രത്യേക ബാലറ്റ് പെട്ടികൾ പോളിംഗ് ബൂത്തിൽ സജ്ജീകരിക്കുകയും സമ്മതിദായകർ തങ്ങൾക്ക് ലഭിക്കുന്ന എഴുതാത്ത ബാലറ്റ് പേപ്പർ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്നതുമായിട്ടുള്ള രീതി പിന്തുടരുന്നത് ആദ്യത്തെ 2 പൊതു തെരഞ്ഞെടുപ്പുകളിലാണ്. സമ്മതിദായകർ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്ത് പോളിംഗ് ബൂത്തിൽ സ്ഥാപിച്ച ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്ന രീതി പിന്തുടർന്ന പൊതു തെരഞ്ഞെടുപ്പ് 2ാം പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഉണ്ടായത്. സമ്മതിദായകർ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്ത് പോളിംഗ് ബൂത്തിൽ സ്ഥാപിച്ച ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്ന രീതി പിന്തുടർന്ന പൊതു തിരഞ്ഞെടുപ്പാണ് 2ാം പൊതു തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പുകൾ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയത് കേരളത്തിലാണ് 1982. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് എന്നുള്ളതാണ്. രാഷ്ട്രപതി 35 വയസ്സ്, ഉപരാഷ്ട്രപതി 35 വയസ്സ്, രാജ്യസഭ 30 വയസ്സ്, ലോകസഭ 25 വയസ്സ്, സംസ്ഥാന നിയമസഭയ്ക്ക് 25 വയസ്സാണ്, നഗരസഭ 21 വയസ്സാണ്, പഞ്ചായത്തിനും 21 വയസ്സാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി 35 വയസ്സ്, ഉപരാഷ്ട്രപതി 35 വയസ്സ്, രാജ്യസഭ 30 വയസ്സ്, ലോക്സഭ 25 വയസ്സ്, സംസ്ഥാന നിയമസഭ 25 വയസ്സ്, നഗരസഭകൾ 21 വയസ്സ്, പഞ്ചായത്ത് 21 വയസ്സ് എന്നിവയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നിലവിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾ എത്രയാന്ന് ചോദിച്ചാൽ 3 അംഗങ്ങളാണ് ഉള്ളത്. നിലവിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾ എത്രയാന്ന് ചോദിച്ചാൽ 3 അംഗങ്ങളാണ് ഉള്ളത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റു 2 കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റു 2 കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ലോക്സഭയിലേക്ക്, രാജ്യസഭയിലേക്ക്, സംസ്ഥാന നിയമസഭയിലേക്ക്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളൊക്കെയാണ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ എവിടേക്കൊക്കെയാന്ന് ചോദിച്ചാൽ ലോക്സഭയിലേക്ക്, രാജ്യസഭ, പിന്നെ സംസ്ഥാന നിയമസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പോസ്റ്റുകളിലേക്കാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമിക്കപ്പെട്ടവർ അറിയപ്പെടുന്നത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എന്നാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമിക്കപ്പെട്ടവർ അറിയപ്പെടുന്നത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എന്നാണ്. ഇന്ത്യയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. ഇന്ത്യയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുകുമാർ സെൻ ആണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എവിടെയുള്ള തിരഞ്ഞെടുപ്പിനാണ് നേതൃത്വം നൽകുന്നത്? പഞ്ചായത്ത്, നഗരഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളതാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എവിടെയുള്ള തിരഞ്ഞെടുപ്പിനാണ് നേതൃത്വം നൽകുന്നത്? പഞ്ചായത്ത്, നഗരഭരണ സ്ഥാപനങ്ങൾക്കാണ്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത്?
73, 74. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 73, 74 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാമാണ് എന്നുള്ളതൊന്ന് നോക്കി പോവാം. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കുക തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. വോട്ടിംഗ്, വോട്ടെണ്ണല്, ഫലപ്രഖ്യാപനം, തിരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കൽ എന്നിവയും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ അനഭിലഷണീയമായിട്ടുള്ള പ്രവണതകൾ എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത മോശമായിട്ടുള്ള പ്രവണതകൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം. തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ പണം കൊടുത്തു സ്വാധീനിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ അമിതമായിട്ടുള്ള പണം ചിലവഴിക്കുന്നു. പോളിംഗ് ദിനത്തിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങള്, തിരഞ്ഞെടുപ്പിലെ കള്ളവോട്ടും ബൂത്ത് പിടുത്തവും, സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാതിമത പരിഗണനകൾ സ്വാധീനം ചെലുത്തുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല. പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യക്കുറവൊക്കെ ഈ ഒരു അനഭിലഷണീയമായിട്ടുള്ള പ്രവണതയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങൾ എന്ത് എന്നും കൂടി നോക്കാം. സമ്മതിദായകരുടെ ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തി. സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചിലവിന്റെ പരിധി നിശ്ചയിച്ചു. തിരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നടപ്പിലാക്കി. രാഷ്ട്രീയ പാർട്ടിക്കും സ്ഥാനാർത്ഥികൾക്കും പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കി. സമ്മതിദായകരുടെ ഫോട്ടോ പതിപ്പിച്ച വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ബാലറ്റിൽ സ്ഥാനാർത്ഥികളുടെ ചിഹ്നം ഉൾപ്പെടുത്തി. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാനുള്ള സംവിധാനമാണ് നോട്ട. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാനുള്ള സംവിധാനമാണ് നോട്ട എന്ന് അറിയപ്പെടുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നോട്ട ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ പേരിന്റെ അവസാനമായിട്ടായിരിക്കും. ഏറ്റവും താഴെ നോട്ട എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓരോ രാഷ്ട്രീയ പാർട്ടിയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന ലഘുലേഖയാണ് പ്രകടന പത്രിക. ഓരോ രാഷ്ട്രീയ പാർട്ടിയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന ലഘുലേഖയാണ് പ്രകടന പത്രിക. പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിക്കുന്ന വിഷയങ്ങളാണ് പാർട്ടിയുടെ പ്രാദേശിക, ദേശീയ, അന്തർദേശീയ വിഷയങ്ങളിലെ നിലപാടുകൾ, അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടികളും പദ്ധതിയും തുടങ്ങിയവയൊക്കെ. ഒരു പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുകയും രാഷ്ട്രീയ അധികാരം നേടുന്നതിനായി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനകളാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഒരു പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുകയും രാഷ്ട്രീയ അധികാരം നേടുന്നതിനായി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനകളാണ് രാഷ്ട്രീയ പാർട്ടികൾ. ദേശവ്യാപകമായി പ്രവർത്തിക്കുകയും ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ സ്വാധീനമുണ്ടാക്കുകയും ചെയ്യുന്ന പാർട്ടികളാണ് ദേശീയ പാർട്ടികൾ. ദേശവ്യാപകമായി പ്രവർത്തിക്കുകയും ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ സ്വാധീനമുണ്ടാക്കുകയും ചെയ്യുന്ന പാർട്ടികളാണ് ദേശീയ പാർട്ടികൾ എന്നറിയപ്പെടുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയായി അംഗീകരിക്കുന്നതിന് വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വായിച്ചു പോവാം. ആ പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത ആകെ വോട്ടിന്റെ 6% 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് നേടിയിരിക്കണം. 1 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 4 ലോക്സഭാ സീറ്റ് ലഭിച്ചിരുന്നാൽ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു സംസ്ഥാനത്ത് മാത്രം സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് സംസ്ഥാന പാർട്ടികൾ. ഒരു സംസ്ഥാനത്ത് മാത്രം സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളെയാണ് നമ്മൾ സംസ്ഥാന പാർട്ടികൾ എന്ന് പറയാം. ഒരു പാർട്ടിയെ സംസ്ഥാന പാർട്ടിയായി പരിഗണിക്കണമെങ്കിൽ ആ പാർട്ടിക്ക് വേണ്ട മാനദണ്ഡം എന്താണ് എന്ന് നോക്കാം. സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 6% 2 സീറ്റും ലഭിച്ചിരിക്കണം എന്നുള്ളതാണ്. ദേശീയ സംസ്ഥാന പാർട്ടികൾ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിക്കാത്തതും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള പാർട്ടികൾ അറിയപ്പെടുന്നത് രജിസ്ട്രേഡ് പാർട്ടികൾ എന്നാണ്.
ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിക്കാത്തതും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ പാർട്ടികളാണ് രജിസ്റ്റേർഡ് പാർട്ടികൾ എന്നറിയപ്പെടുന്നത്. തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളിൽ പരസ്പരം സഹകരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ കക്ഷികൾ ഒരു പൊതു മിനിമം ചേർന്ന് മുന്നണി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അറിയപ്പെടുന്നത് മുന്നണി രാഷ്ട്രീയം എന്നാണ്. NDAയും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യ സഖ്യമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളിൽ പരസ്പരം സഹകരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ കക്ഷികൾ ഒരു പൊതു മിനിമം ചേർന്ന് മുന്നണി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അറിയപ്പെടുന്നതാണ് മുന്നണി രാഷ്ട്രീയം. മുന്നണി രാഷ്ട്രീയത്തിലൂടെ മുന്നണികൾ വിജയിച്ച് അധികാരത്തിൽ വരുമ്പോൾ രൂപീകരിക്കുന്ന സർക്കാരുകളാണ് മുന്നണി സർക്കാരുകൾ. മുന്നണി രാഷ്ട്രീയത്തിലൂടെ മുന്നണികൾ വിജയിച്ച് അധികാരത്തിൽ വരുമ്പോൾ രൂപീകരിക്കുന്ന സർക്കാരുകൾ അറിയപ്പെടുന്നതാണ് മുന്നണി സർക്കാർ. കേരളത്തിൽ ആദ്യമായി മുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന വർഷം 1960 കേരളത്തിൽ ആദ്യമായി മുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന വർഷം 1960. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും വിജയ സാധ്യത പരിശോധിച്ച് പ്രവചിക്കുന്ന പഠനശാഖയാണ് സെഫോളജി. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും വിജയ സാധ്യത പരിശോധിച്ച് പ്രവചിക്കുന്ന പഠനശാഖയാണ് സെഫോളജി എന്നറിയപ്പെടുന്നത്. ഏതൊക്കെ ഘടകങ്ങൾ മുൻനിർത്തിയാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രവചിക്കാറുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായ സർവേകൾ, മാധ്യമ വിശകലനങ്ങൾ, അഭിമുഖങ്ങൾ, എക്സിറ്റ് പോൾ, മുൻ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ സഹായിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, കൃത്യമായ ഇടവേളകളിൽ നടത്തുന്ന തിരഞ്ഞെടുപ്പ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യം എന്നിവയൊക്കെ കൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യം ഇന്നും ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത്. 70 ചോദ്യങ്ങളോളം ഈ ഒരു ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ചോദ്യവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. LD LGS ലെവൽ പരീക്ഷകൾക്ക് സ്റ്റേറ്റ്മെന്റ് തലത്തിൽ ചോദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നന്നായിട്ട് പഠിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.